കഴിഞ്ഞ ചാപ്റ്ററിൽ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു. ആ ചാപ്റ്ററിൽ നമ്മളൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ്. കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് എന്തായിട്ട് മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യും. ദെൻ അതിനു ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് എങ്ങനെയാണ്, അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുമായി റിലേറ്റ് ചെയ്ത തിയറീസ്, ദെൻ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഡിവൈസസ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞത്. എന്നാൽ ഈ ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത് മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടിയുമായി. എന്താ മാഗ്നറ്റിക് മെറ്റീരിയൽ? നിങ്ങൾ കുറേ മാഗ്നറ്റിക് മെറ്റീരിയൽ കണ്ടിട്ടുണ്ടാവും. അതായത് മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യുന്ന മെറ്റീരിയലിനെ, മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ അതെന്തായിട്ട് ആക്ട് ചെയ്യും? മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യും. അങ്ങനത്തെ മെറ്റീരിയലിനെയാണ് എന്ത് പറയുന്നത്? മാഗ്നറ്റിക് മെറ്റീരിയൽ എന്ന് പറയുന്നത്. ആ മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ആണ് എന്ത് പറയുന്നത്? ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പറയുന്നത്. ദെൻ കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ചാപ്റ്റർ എടുത്തിരുന്നു, പ്രോബ്ലംസ് ചെയ്തിട്ടില്ല. ഈ ചാപ്റ്ററിൽ പ്രോബ്ലംസ് വളരെ കുറവാണ്. എന്താണ്, തിയറിക്കാണ് ഇമ്പോർട്ടൻ്റ്. കുറേ തിയറി കാണാതെ പഠിക്കാനുണ്ട്. ദെൻ കുറേ പ്രോപ്പർട്ടീസ് പഠിക്കാനുണ്ട്. ഡെറിവേഷൻസ് വളരെ കുറവാണ്. 3-4 ഡെറിവേഷൻസ് മാത്രമേ എന്തുള്ളൂ ഈ ഒരു ചാപ്റ്ററുള്ളൂ. ഈ ചാപ്റ്ററിൽ മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ആണ് എന്ന് പറഞ്ഞു. ഇതിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിൽ എന്താണ് മാഗ്നറ്റ് എങ്ങനെയാണ് ഉണ്ടായത്, ദെൻ ഈ മാഗ്നറ്റിസം എന്ന് പറയുന്ന ബ്രാഞ്ച് എങ്ങനെയാണ് ഉണ്ടായത്, ദെൻ 1-2 തിയറീസ് ഒക്കെ പറയുന്നുണ്ട്. ദെൻ അത് വളരെ കുറച്ച് മാത്രമേ എക്സാമിന് ചോദിച്ചിട്ടുള്ളൂ. എന്നാൽ സെക്കൻഡ് പാർട്ടിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുള്ളത്. നമ്മൾ സെക്കൻഡ് പാർട്ടാണ് ആദ്യമായിട്ട് പറയുന്നത്. സെക്കൻഡ് പാർട്ടിൽ ഫസ്റ്റ് പറയുന്നത് ടെറസ്ട്രിയൽ മാഗ്നറ്റിസം ആണ്. എന്താ ടെറസ്ട്രിയൽ മാഗ്നറ്റിസം എന്ന് പറയുന്നത്? ടെറസ്ട്രിയൽ മാഗ്നറ്റിസം ഈസ് ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് which deals with the magnetization of earth and its behavioral property. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചതാണ്. എർത്ത് എന്തായിട്ട് ആക്ട് ചെയ്യും? മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യും. മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യാനുള്ള റീസൺ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിച്ചതാണ്. നമ്മളൊരു ബാർ മാഗ്നറ്റ് ഒരു നൂലിൽ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടാൽ അത് നോർത്ത് സൗത്ത് ഡിറക്ഷനിൽ അലൈൻ ചെയ്ത് നിൽക്കും. നോർത്ത് സൗത്ത് ഡിറക്ഷനിൽ അലൈൻ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അത് എന്തുകൊണ്ടാണ്? എർത്ത് ഒരു മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ നിൽക്കുന്നത്. ദെൻ എന്ന് നമ്മൾ പഠിച്ചതാണ്. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ മണ്ണിൽ കളിക്കുന്ന സമയത്ത് ഈ മണലിലൊക്കെ മാഗ്നറ്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു കറുത്ത തരി അതിൽ വന്ന് അട്രാക്റ്റ് ചെയ്യും. നമ്മൾ അത് പറയാറുണ്ട് മാഗ്നറ്റാണ്. അത് മാഗ്നറ്റ് അല്ല, മാഗ്നറ്റിക് മെറ്റീരിയൽസ് ആണ്. ആ മാഗ്നറ്റിക് മെറ്റീരിയൽസിന് മാഗ്നറ്റിക് പ്രോപ്പർട്ടി അറ്റൈൻ ചെയ്തതാണ്. മാഗ്നറ്റിക് പ്രോപ്പർട്ടി അറ്റൈൻ ചെയ്യാനുള്ള റീസൺ ആയിട്ട് പറയുന്നത് കുറേ കാലം അതിൽ ആ മാഗ്നറ്റിക് മെറ്റീരിയൽ എർത്തിൽ വെക്കുന്ന സമയത്ത് എർത്തിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എന്ത് ചെയ്യാണ്? ആ ഒരു മെറ്റീരിയലിലേക്ക് നമ്മൾ കുറേ കാലം നമ്മളൊരു സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ലാംഗ്വേജ് അറ്റൈൻ ചെയ്യും. നമുക്ക് നമ്മളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ ജ്യേഷ്ഠന്മാരോ ദെൻ ചേച്ചിമാരോ ആരെങ്കിലുമൊക്കെ പഠിക്കാൻ വേണ്ടി വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ അവർ തിരിച്ചു വരുന്ന സമയത്ത് അവരുടെ ലാംഗ്വേജ് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അവിടുത്തെ ലാംഗ്വേജ് ഇൻഡ്യൂസ് ചെയ്യുക എന്ന് പറയും. ആ ഇൻഡ്യൂസീവ് പ്രോപ്പർട്ടി തന്നെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. എർത്ത് ഒരു മാഗ്നറ്റ് ആണ്. അതിൻ്റെ തൊട്ടടുത്ത ഒരു മെറ്റീരിയൽ വെച്ചത് കൊണ്ട് അതിന് ഏത് പ്രോപ്പർട്ടി? മാഗ്നറ്റിക് പ്രോപ്പർട്ടി അറ്റൈൻ ചെയ്യാണ്. ആ ഇൻഡ്യൂസീവ് പ്രോപ്പർട്ടി വരാനുള്ള റീസൺ ആയിട്ട് പറയുന്നത് എർത്ത് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ്, മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യുന്നത്. എർത്ത് എന്തായിട്ട് ആക്ട് ചെയ്യും? മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യും. ആ എർത്തിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി എങ്ങനെ അറ്റൈൻ ചെയ്തു, അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് ഓരോ സ്ഥലത്തും എങ്ങനെയാണ്, അതെന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ദെൻ എന്നതൊക്കെ കുറിച്ച് പഠിക്കുന്ന ഫിസിക്സിലുള്ള ഒരു ബ്രാഞ്ചാണെന്ത്? ടെറസ്ട്രിയൽ മാഗ്നറ്റിസം എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ടെറസ്ട്രിയൽ മാഗ്നറ്റിസം എന്ന് പറയുന്നത്? ടെറസ്ട്രിയൽ മാഗ്നറ്റിസം ഈസ് ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് which deals with the magnetization of earth and its behavioral property. ഒന്നും കൂടി പറയാം.
terrestrial magnetism is the branch of physics which deals with the magnetization of earth and its behavioral property. അതായത് terrestrial magnetism is the branch of physics which deals with the magnetization of earth and its behavioral properties. Then behavioral property എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തും അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്, then അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ എന്താ ടെറസ്ട്രിയൽ മാഗ്നറ്റിസം എന്ന് പറഞ്ഞാൽ? എന്താ ടെറസ്ട്രിയൽ മാഗ്നറ്റിസം എന്ന് പറയുന്നത്? ടെറസ്ട്രിയൽ മാഗ്നറ്റിസം ഈസ് ദ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് which deals with the magnetization of earth and its behavioral property. രണ്ടാമതായി പറയുന്നത് magnetic field strength at the surface of earth magnetic field strength at the surface of earth എന്ന് പറയുന്നത് 0.35 goes or 0.35 into 10⁻⁻⁴ ടെസ്ല എന്ന് പറഞ്ഞാൽ എർത്തിന് സർഫസിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് 0.35 ഗോസ് അല്ല. സത്യത്തിൽ അത് വേരി ചെയ്യുന്നുണ്ട്. പോളിൽ കൂടുതലും ഇക്വേറ്ററിൽ കുറവാണ്. then that varies from 0.24 to 0.64 ഗോസ്. 0.24 ഗോസ് മുതൽ 0.64 ഗോസ് വരെ അത് വേരി ചെയ്യും. നമ്മൾ അതിൻ്റെ ഒരു ആവറേജ് വാല്യൂ ആണ് എടുത്തേക്കുന്നത് 0.35 ഗോസ് എന്ന് പറയുന്നത്. ചില ക്വസ്റ്റ്യൻ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ 0.35 ഗോസിന് പകരം 0.4 ഗോസ് എടുത്ത് കണ്ടിട്ടുണ്ട്, 0.5 ഗോസ് എടുത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലാരും എന്ത് ചെയ്യണ്ട, ടെൻഷൻ അടിക്കൊന്നും വേണ്ട. ദാറ്റ് വേരി ഫ്രം 0.24 ഗോസ് ടു 0.64 ഗോസ്. അത് മുതൽ അതുവരെ വേരി ചെയ്യും. പ്ലേസ് അതായത് ഇക്വേറ്റർ ടു പോളിലേക്ക് പോകും തോറും മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് കൂടി വരും. സോ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത് അറ്റ് ദ സർഫസ് ഓഫ് എർത്ത് ഈസ് 0.35 ഗോസ് അല്ലെങ്കിൽ 0.35 ഇൻറ്റു 10⁻⁻⁴ ടെസ്ല. അടുത്തത് പറയുന്നത് തിയറീസ് ഓഫ് മാഗ്നറ്റൈസേഷൻ ഓഫ് എർത്ത്. എർത്ത് മാഗ്നറ്റൈസ് ചെയ്യാനുള്ള കുറേ തിയറീസ് ഉണ്ട്. ടെക്സ്റ്റിലും കുറേ ഒരു 2-3 തിയറീസ് പറയും. ഞാൻ 3 പറയുന്നുള്ളൂ. 3 ഓർത്ത് വെച്ചാൽ മതി. ഒന്നാമത്തെ തിയറി എന്ന് പറയുന്നത് എവറി മെറ്റീരിയൽ ഇൻ ദ എർത്ത് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ. എർത്തിലുള്ള എല്ലാ മെറ്റീരിയലും ചാർജ്ഡ് പാർട്ടിക്കിൾ കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, എല്ലാ മെറ്റീരിയലും ബേസിക്കായിട്ട് ആറ്റം ആണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള സാധനം. ആറ്റത്തെ ഡിവൈഡ് ചെയ്താൽ നമ്മൾ വീണ്ടും പോസിറ്റീവും നെഗറ്റീവ് ചാർജുള്ള പ്രോട്ടോണും ഇലക്ട്രോണും ഒക്കെയാണ് കിട്ടുക. സോ അപ്പോൾ നമുക്ക് എന്ത് പറയാം? എവറി മെറ്റീരിയൽ ഇൻ ദ എർത്ത് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ. എല്ലാ മെറ്റീരിയലും ഉണ്ടാക്കിയിട്ടുള്ളത് ആറ്റം കൊണ്ടാണ്, അതായത് ചാർജ്ഡ് പാർട്ടിക്കിൾ കൊണ്ടാണ്. സോ when എർത്ത് റൊട്ടേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താ എർത്ത് റൊട്ടേറ്റ് എബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ്. അതിൻ്റെ സ്വന്തം അച്ചു തണ്ടിൽ 24 മണിക്കൂർ കൊണ്ട് കറങ്ങുന്നുണ്ട് എന്ന് നിങ്ങൾ പഠിച്ചതാ. when എർത്ത് റൊട്ടേറ്റ്സ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഓൾസോ റൊട്ടേറ്റ്. എർത്തിലുള്ള എല്ലാ മെറ്റീരിയലും റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ചാർജ്ഡ് പാർട്ടിക്കിളും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. ചാർജ്ഡ് പാർട്ടിക്കിൾ റൊട്ടേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചാർജ് മൂവ് ചെയ്യാണ്. ചാർജിൻ്റെ മൂവ്മെൻറ്റ്, ഫ്ലോ ഓഫ് ചാർജ്, കറണ്ടിൻ്റെ ഫ്ലോ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? മാഗ്നറ്റിസം പ്രൊഡ്യൂസ് ചെയ്യും. എവിടെ നമ്മൾ പഠിച്ചു? കഴിഞ്ഞ ചാപ്റ്ററിൽ ഫ്ലോ ഓഫ് ചാർജ് ക്യാൻ പ്രൊഡ്യൂസസ് മാഗ്നറ്റിസം. അപ്പോൾ എർത്ത് എന്തായിട്ട് ആക്ട് ചെയ്യും? മാഗ്നറ്റായിട്ട് ആക്ട്. അപ്പോൾ ഒന്നാമത്തെ തിയറി എന്ത് പറഞ്ഞു നമ്മൾ? എവറി മെറ്റീരിയൽ ഇൻ ദ എർത്ത് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ. when earth rotates, charged particles also rotates, results in the magnetization of earth. ഒന്നും കൂടി പറയാം തിയറി. every material in the earth
is made up of charged particle. When earth rotates, charged particles also rotates, results in the magnetization of earth. രണ്ടാമത്തെ തിയറി എന്ന് പറയുന്നത് Earth's atmosphere contains gas in the form of charged ions. അതായത് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ ഗ്യാസ് ഉണ്ട്, നിങ്ങൾക്കറിയാം. ദെൻ അറ്റ്മോസ്ഫിയറിൽ ഗ്യാസ് ഉണ്ട് ഇൻ ദ ഫോം ഓഫ് ചാർജ്ഡ് അയോൺസ്. നിങ്ങൾ അറ്റ്മോസ്ഫിയറിനെ 4 ലെയേഴ്സ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. സ്ട്രാറ്റോസ്ഫിയർ, ട്രോപ്പോസ്ഫിയർ, മിസോസ്ഫിയർ, അയണോസ്ഫിയർ എന്ന് പറയുന്ന 4 ലെയേഴ്സ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ആ 4 ലെയേഴ്സിൽ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ എന്ന് പറയുന്നത് അയണോസ്ഫിയർ അല്ലെങ്കിൽ തെർമോസ്ഫിയർ എന്ന് പറയും. അവിടെയുള്ള ഗ്യാസുകളൊക്കെ ഏത് ഫോമിലാണ്? അയോൺസ് ആയിട്ടാണ്. ഓക്കെ, അതാ പറഞ്ഞത് എർത്ത് അറ്റ്മോസ്ഫിയർ കണ്ടെയ്ൻസ് ഗ്യാസ് ഇൻ ദ ഫോം ഓഫ് ചാർജ്ഡ് അയോൺസ്. ചാർജ്ഡ് അയോൺസ് ആയിട്ടാണ് എന്തുണ്ടാവുക? അറ്റ്മോസ്ഫിയറിലുള്ള ഔട്ടർ മോസ്റ്റ്. വെൻ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഗ്രാവിറ്റേഷൻ കൊണ്ട് എന്ത് റൊട്ടേറ്റ് ചെയ്യും? ഈ അറ്റ്മോസ്ഫിയറും കൂടി റൊട്ടേറ്റ് ചെയ്യും. ദെൻ അറ്റ്മോസ്ഫിയർ റൊട്ടേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചാർജ്ഡ് അയോൺസ് ആണ് റൊട്ടേറ്റ് ചെയ്യുന്നത്. ചാർജ്ഡ് അയോൺസിന്റെ മൂവ്മെന്റ് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ചാർജ്ഡ് അയോൺസ് മൂവ് ചെയ്താൽ ദാറ്റ് ക്യാൻ പ്രൊഡ്യൂസസ് കറന്റ്, കറന്റ് ക്യാൻ പ്രൊഡ്യൂസസ് മാഗ്നറ്റിസം. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഒന്നും കൂടി രണ്ടാമത്തെ തിയറി പറയാം. എവ്രി മെറ്റീരിയൽ, ഒന്നാമത്തെ തിയറി എന്തായിരുന്നു? എവ്രി മെറ്റീരിയൽ ഇൻ ദ എർത്ത് ഈസ് മേഡ് അപ്പ് ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾസ്. വെൻ എർത്ത് റൊട്ടേറ്റ്സ്, ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഓൾസോ റൊട്ടേറ്റ്സ്, റിസൾട്ട്സ് ഇൻ ദ മാഗ്നറ്റൈസേഷൻ ഓഫ് എർത്ത്. രണ്ടാമത്തെ തിയറി എന്ന് പറയുന്നത് എർത്ത്സ് അറ്റ്മോസ്ഫിയർ കണ്ടെയ്ൻസ് ഗ്യാസ് ഇൻ ദ ഫോം ഓഫ് ചാർജ്ഡ് അയോൺസ്. വെൻ എർത്ത് റൊട്ടേറ്റ്സ്, ചാർജ്ഡ് അയോൺസ് ഓൾസോ റൊട്ടേറ്റ്സ്, റിസൾട്ട്സ് ഇൻ ദ മാഗ്നറ്റൈസേഷൻ ഓഫ് എർത്ത്. മൂന്നാമത്തെ തിയറി എന്ന് പറയുന്നത് എർത്ത്സ് കോർ കണ്ടെയ്ൻസ് നിക്കൽ ആൻഡ് അയേൺ. ഇവിടെ അയൺ എന്ന് പറയുന്നത് ഇരുമ്പാണ്, മറ്റവിടുത്തെ അയോൺ ആയിരുന്നു. ഏതിൽ? അറ്റ്മോസ്ഫിയറിലുള്ള ഗ്യാസ് അയോൺ ഫോമിലാണ് എന്നാ പറഞ്ഞത്, അയോൺസ് ആയിട്ട്. ദെൻ ചാർജ്ഡ് അയോൺ. ഇവിടെ അയൺ എന്ന് പറയുന്നത് ഏതാണ്? നിക്കൽ ആൻഡ് അയൺ, മെറ്റൽ ഫോം ആണ്. സോ എർത്ത്സ് കോർ കണ്ടെയ്ൻസ്, ഇന്നർ ലെയർ ആണ് കോർ എന്ന് പറയുന്നത്. ദെൻ എർത്ത്സ് കോർ കണ്ടെയ്ൻസ് നിക്കൽ ആൻഡ് അയൺ ഇൻ ദ ഫോം ഓഫ് ചാർജ്ഡ് അയോൺസ്. ഏത് ഫോമിലാണ് അവിടെ നിക്കലും അയണും ഉണ്ടാവുന്നത്? ചാർജ്ഡ് അയോൺസ് ആയിട്ടാണ്. ചാർജ്ഡ് അയോൺസ് ആയിട്ടാണ്. വെൻ എർത്ത് റൊട്ടേറ്റ്സ്, അതിനുള്ള റീസൺ എന്താ? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എർത്തിൻ്റെ ഇന്നർ കോർ ആണ്, ഇന്നർ ലെയർ ആണ്. അവിടെ മാഗ്മ ടെമ്പറേച്ചർ കൂടുതലാണ്. സോ അവിടെ മെറ്റൽസ് ഒക്കെ ഏത് ഫോമിലായിരിക്കും? അയോൺ ഫോമിലായിരിക്കും, അയോൺസ് ആയിട്ടാണ്. അപ്പോൾ നിക്കലും അയണും അയോൺസ് ആയിട്ടാണ് അവിടെ ഉണ്ടാവുക. അപ്പോൾ എന്താ പറഞ്ഞത്? എർത്ത്സ് കോർ കണ്ടെയ്ൻസ് നിക്കൽ ആൻഡ് അയൺ in the form of charged ions. When earth rotates, charged ions also rotates. അപ്പോൾ എർത്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള മാഗ്മ അതിൻ്റെ കൂടെ എന്ത് ചെയ്യും? റൊട്ടേറ്റ് ചെയ്യും. അതിൻ്റെ അർത്ഥം ചാർജ്ഡ് അയോൺസ് റൊട്ടേറ്റ് ചെയ്യും. ദാറ്റ് ക്യാൻ റിസൾട്ട്സ് മാഗ്നറ്റിസം. അതിന് എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും? മാഗ്നറ്റിസം പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ മൂന്നാമത്തെ തിയറി ഒന്നും കൂടി പറയാം. എർത്ത്സ് കോർ കണ്ടെയ്ൻസ് നിക്കൽ ആൻഡ് അയൺ ഇൻ ദ ഫോം ഓഫ് ചാർജ്ഡ് അയോൺസ്. When earth rotates, charged ions also rotates, results in the magnetization of earth. അപ്പോൾ ഫസ്റ്റത്തെ തിയറി ഒന്നും കൂടി പറയാം. Every material in the earth is made up of charged particles. When earth rotates, charged particles also rotates, results in the magnetization of earth. രണ്ടാമത്തെ തിയറി എർത്ത്സ് അറ്റ്മോസ്ഫിയർ കണ്ടെയ്ൻസ് ഗ്യാസ് ഇൻ ദ ഫോം ഓഫ് ചാർജ്ഡ് അയോൺസ്. വെൻ എർത്ത് റൊട്ടേറ്റ്സ്, ചാർജ്ഡ് അയോൺസ് ഓൾസോ റൊട്ടേറ്റ്സ്, റിസൾട്ട്സ് ഇൻ ദ മാഗ്നറ്റൈസേഷൻ ഓഫ് എർത്ത്. മൂന്നാമത്തെ തിയറി പറയുന്നത് എർത്ത്സ് കോർ കണ്ടെയ്ൻസ് നിക്കൽ ആൻഡ് അയൺ in the form of charged ions. When earth rotates, charged ions also rotates, results in the magnetization of earth. അടുത്തത് പറയുന്നത് ഡൈനാമോ ഇഫക്റ്റ് ആണ്. അടുത്തത് പറയുന്നത് ഡൈനാമോ ഇഫക്റ്റ്. ഡൈനാമോ ഇഫക്റ്റ് എന്താ? ഡൈനാമോ ഇഫക്റ്റ് എന്ന് പറയുന്നത്
ഡൈനാമോ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഇപ്പൊ ഈ 3 തിയറീസും എന്താ പറഞ്ഞത്? മാഗ്നറ്റൈസേഷൻ ഓഫ് എർത്ത് ആണ്. എങ്ങനെ മാഗ്നറ്റൈസ് ചെയ്യും എന്നാ പറഞ്ഞത്? ബൈ ദ മൂവ്മെന്റ് ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾ ഓർ ചാർജ്ഡ് അയോൺസ്. ഒന്നെങ്കിൽ ചാർജ്ഡ് അയോൺസിന്റെയോ ചാർജ്ഡ് പാർട്ടിക്കിൾസിന്റെയോ മൂവ്മെന്റ് വഴിയാണ് അവിടെ എന്ത് ചെയ്യുന്നത്? എർത്ത് മാഗ്നറ്റൈസ് ചെയ്ത്. ആ മാഗ്നറ്റൈസ് ചെയ്യുന്ന പ്രോസസ്സിനാണ് ഇത് പറയുന്നത് ഡൈനാമോ ഇഫക്റ്റ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മാഗ്നറ്റൈസേഷൻ ഓഫ് എർത്ത് by the movement of charged particle or charged ions. Charged particle or charged ions. അപ്പോൾ എന്താ ഡൈനാമോ ഇഫക്റ്റ് എന്ന് പറയുന്നത്? ഡൈനാമോ ഇഫക്റ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മാഗ്നറ്റൈസേഷൻ ഓഫ് എർത്ത് ബൈ ദ മൂവ്മെന്റ് ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഓർ ചാർജ്ഡ് അയോൺസ്. ഒന്നും കൂടി പറയാം. ഡൈനാമോ ഇഫക്റ്റ് ഈസ് ദ പ്രോസസ് ഓഫ് മാഗ്നറ്റൈസേഷൻ ഓഫ് എർത്ത് by the movement of charged particles or charged ions. ഇനി നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് ദ എർത്ത് ആണ്. സോ ഞാൻ ഒരു എർത്ത് കൺസിഡർ ചെയ്തു. ഇതാണ് എർത്ത് എന്ന് പറയുന്നത്. ഈ എർത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എർത്ത് റൊട്ടേറ്റ്സ് അബൌട്ട് ഇറ്റ്സ് ഓൺ ആക്സിസ്. അതായത് ഭൂമി അതിൻ്റെ സ്വന്തം അച്ചുതണ്ടിൽ 24 മണിക്കൂർ കൊണ്ട് കറങ്ങും എന്ന് നിങ്ങൾ പഠിച്ചതാണ്. ആ ഇറ്റ്സ് ഓൺ ആക്സിസിന് പറയുന്ന പേരാണ് ജിയോഗ്രഫിക് ആക്സിസ് എന്ന് പറയും. സോ ജിയോഗ്രഫിക് ആക്സിസ് എന്ന് പറയുന്നത് എർത്ത് റൊട്ടേറ്റ്സ് ഇറ്റ്സ് ഓൺ ആക്സിസ്. That axis is called geographic axis. അതിൻ്റെ ലോവർ സൈഡിൽ ജിയോഗ്രഫിക് സൗത്തും അപ്പർ സൈഡിൽ ജിയോഗ്രഫിക് നോർത്തുമാണ്. അപ്പോൾ ഒരു ആക്സിസ് നമ്മൾ പറഞ്ഞു. ദെൻ ജിയോഗ്രഫിക് ആക്സിസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എർത്തിൻ്റെ ഉള്ളിൽ ഒരു ഇമാജിനറി ബാർ മാഗ്നറ്റ് ഉണ്ട്. ഇമാജിനറി ആണ്. ദെൻ ഇമാജിനറി ബാർ മാഗ്നറ്റ് ഉണ്ട്. ആ ഇമാജിനറി ബാർ മാഗ്നറ്റിൻ്റെ അപ്പർ സൈഡിൽ സൗത്തും ലോവർ സൈഡിൽ നോർത്തുമാണ്. ഏകദേശം കാനഡയൊക്കെ നിൽക്കുന്ന ഭാഗത്താണ് ഏത് സൗത്ത് പൊളാരിറ്റിയും, ഏകദേശം ഓസ്ട്രേലിയയൊക്കെ നിൽക്കുന്ന ഭാഗത്താണ് സൗത്ത് പൊളാരിറ്റിയും വരുന്നത്. ഈ ഒരു ബാർ മാഗ്നറ്റ് അലൈൻ ചെയ്ത് നിൽക്കുന്ന ഒരു ആക്സിസ് ഉണ്ടായിരിക്കും. ആ ആക്സിസിന് പറയുന്ന പേരാണ് മാഗ്നറ്റിക് ആക്സിസ് ഓഫ് എർത്ത്. ആ ആക്സിസിന് പറയുന്ന പേരാണ് മാഗ്നറ്റിക് ആക്സിസ് ഓഫ് എർത്ത്. ഈ മാഗ്നറ്റിക് ആക്സിസ് ഓഫ് എർത്തിന്റെ അപ്പർ സൈഡിൽ മാഗ്നറ്റിക് നോർത്തും ലോവർ സൈഡിൽ മാഗ്നറ്റിക് സൗത്തുമാണ്. സോ അപ്പർ സൈഡിൽ, അതായത് ഈ ഒരു പോയിന്റ് ആണ് മാഗ്നറ്റിക് നോർത്ത് എന്ന് പറയുന്നത്, ഈ ഒരു പോയിന്റ് ആണ് മാഗ്നറ്റിക് സൗത്ത് എന്ന് പറയുന്നത്. ഈ രണ്ട് ആക്സിസ് പഠിച്ചു. അപ്പോൾ നമ്മൾ ഏതൊക്കെയാ രണ്ട് ആക്സിസ്? മാഗ്നറ്റിക് ആക്സിസ് ഓഫ് ദ എർത്തും ജിയോഗ്രഫിക് ആക്സിസും. ഈ രണ്ട് ആക്സിസുകൾ തമ്മിലുള്ള ആംഗിൾ ഒരിക്കലും ചേഞ്ച് ചെയ്യൂല. അത് 11.3 ഡിഗ്രിയാണ്. ജിയോഗ്രഫിക് ആക്സിസും മാഗ്നറ്റിക് ആക്സിസ് ഓഫ് ദ എർത്തും തമ്മിലുള്ള ആംഗിൾ ഒരിക്കലും ചേഞ്ച് ചെയ്യൂല. അത് എത്രയാണ്? 11.3 ഡിഗ്രിയാണ്. അപ്പോൾ രണ്ട് ആക്സിസ് പറഞ്ഞു, ജിയോഗ്രഫിക് ആക്സിസും മാഗ്നറ്റിക് ആക്സിസ് ഓഫ് ദ എർത്തും. അപ്പോൾ സ്വാഭാവികമായിട്ടും എർത്തിന് ചുറ്റും എർത്തിൻ്റെ ഉള്ളിൽ ഒരു മാഗ്നറ്റ് ഉണ്ടെങ്കിൽ എർത്തിന് ചുറ്റും എന്തുണ്ടായിരിക്കും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. നമ്മൾ പറഞ്ഞതാ, എർത്തിന് ചുറ്റും ഒരു മാഗ്നറ്റ് ഉണ്ടെങ്കിൽ അതിന് ചുറ്റും എന്തുണ്ടായിരിക്കും? ഒരു മാഗ്നറ്റ് ഉണ്ടായിരിക്കും. ദെൻ അത് ഉള്ളിലൂടെ പാസ് ചെയ്യുകയും ചെയ്യട്ടെ. നമ്മൾ പഠിച്ചതാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ പഠിച്ചതാണ്. തൽക്കാലം ഞാൻ പുറത്തൂടെ മാത്രമേ വരയ്ക്കുന്നുള്ളൂ. സോ
2 മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് മാത്രം. അത് മാത്രമല്ല ഇഷ്ടംപോലെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടാവും കേട്ടോ. സോ ദെൻ അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഒരു ജിയോഗ്രഫിക് ആക്സിസ് ഓഫ് എർത്ത് ഇവിടെ ഉണ്ട്, മറന്നു പോകരുത്. ഓക്കെ, ഇനി ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡിറക്ഷൻ എങ്ങോട്ടായിരിക്കും? നോർത്ത് ടു സൗത്ത് ആണ്. ഇവിടെയാണ് മാഗ്നറ്റിൻ്റെ നോർത്ത് എന്ന് പറഞ്ഞിരുന്നു, ഇവിടെയാണ് മാഗ്നറ്റിൻ്റെ സൗത്ത് എന്ന് പറഞ്ഞിരുന്നു. സോ നോർത്ത് ടു സൗത്ത് ആണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ ഡിറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ 2 ആക്സിസ് പറഞ്ഞു. ദെൻ എർത്തിന് ചുറ്റുള്ള മാഗ്നറ്റിക് ഫീൽഡും ലൈൻസും നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു മാഗ്നറ്റിക് നീഡിൽ വെക്കുക. മാഗ്നറ്റിക് നീഡിൽ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് മാഗ്നറ്റിക് നീഡിൽ എന്ന് വിചാരിച്ചു. ഈ മാഗ്നറ്റിക് നീഡിലിന് 2 പൊളാരിറ്റി ഉണ്ടായിരിക്കും. സൗത്ത് പൊളാരിറ്റി ഉണ്ടായിരിക്കും, നോർത്ത് പൊളാരിറ്റി ഉണ്ടായിരിക്കും. അപ്പോൾ ഈ മാഗ്നറ്റിക് മെറ്റീരിയലിൻ്റെ അല്ലെങ്കിൽ മാഗ്നറ്റിക് നീഡിലിൻ്റെ നോർത്ത് പൊളാരിറ്റി ആയിരിക്കും ഈ ഡിറക്ഷനിലേക്ക് ഡയറക്റ്റ് ചെയ്ത് നിൽക്കുക. കാരണം എന്താ? ഇവിടെ മാഗ്നറ്റിൻ്റെ സൗത്ത് ആണ്, അതുകൊണ്ട് ഓപ്പോസിറ്റ് പോൾസ് ആണ് അട്രാക്ട് ചെയ്യുക. സോ നോർത്ത് പൊളാരിറ്റി ആണ് ഇങ്ങോട്ട് ഡയറക്റ്റ് ചെയ്ത് നിൽക്കുക. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൽ. സോ ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അലൈൻ ചെയ്ത് നിൽക്കുന്ന ഒരു ആക്സിസ് ഉണ്ടായിരിക്കും. ഈ ഒരു പോയിന്റിലാണ് കേട്ടോ ഇത്. ഇവിടെ ആവുമ്പോൾ വേറെ ആക്സിസ് ആയിരിക്കും, ഇവിടെ ആയിരിക്കുമ്പോൾ വേറൊരു ആക്സിസ് ആയിരിക്കും, ഇവിടെ ആയിരിക്കുമ്പോൾ വേറൊരു ഓരോ പോയിന്റിലും ആക്സിസ് വ്യത്യാസം ഉണ്ടായിരിക്കും. ഈ ഒരു ആക്സിസിന് പറയുന്ന പേരാണ് മാഗ്നറ്റിക് ആക്സിസ് ഓഫ് എർത്ത്. മാഗ്നറ്റിക് ആക്സിസ് ഓഫ് എർത്ത്, മാഗ്നറ്റിക് ആക്സിസ് ഓഫ് എർത്ത് എന്ന് പറയും. അപ്പോൾ 3 ആക്സിസ് പഠിച്ചു നമ്മൾ. ഏതൊക്കെയാണ് 3 ആക്സിസ്? ജിയോഗ്രഫിക് ആക്സിസ്, മാഗ്നറ്റിക് ആക്സിസ് ഓഫ് എർത്ത്, മാഗ്നറ്റിക് ആക്സിസ് ഓഫ് ദ മെറ്റീരിയൽ ആണ്. മാഗ്നറ്റിക് ആക്സിസ് ഓഫ് ദ മെറ്റീരിയൽ. 3 എണ്ണം. മാഗ്നറ്റിക് ആക്സിസ് ഓഫ് ദ മെറ്റീരിയൽ. അപ്പോൾ 3 ആക്സിസ്. അതിൽ മാഗ്നറ്റിക് ആക്സിസ് ഓഫ് ദ എർത്തും ജിയോഗ്രഫിക് ആക്സിസും തമ്മിലുള്ള ആംഗിൾ ചേഞ്ച് ചെയ്യൂല, അതെപ്പോഴും 11.3 ഡിഗ്രിയാണ്. എന്നാൽ ജിയോഗ്രഫിക് ആക്സിസും മാഗ്നറ്റിക് ആക്സിസ് ഓഫ് ദ മെറ്റീരിയലും തമ്മിലുള്ള ആംഗിൾ ഓരോ സ്ഥലത്തും ചേഞ്ച് ചെയ്യും. കാരണം ഇവിടെയുള്ള ആക്സിസ് ആവില്ല, ഇവിടെ ആവുമ്പോൾ ഓരോ ആക്സിസ് ചേഞ്ച് ചെയ്യും. അപ്പോൾ അവ തമ്മിലുള്ള ആംഗിളും എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. അപ്പോൾ 2 കാര്യങ്ങൾ, 3 ആക്സിസ് പറഞ്ഞു നമ്മൾ. ജിയോഗ്രഫിക് ആക്സിസ്, മാഗ്നറ്റിക് ആക്സിസ് ഓഫ് ദ എർത്ത്, മാഗ്നറ്റിക് ആക്സിസ് ഓഫ് ദ മെറ്റീരിയൽ. ഇതിൽ 2 എണ്ണം തമ്മിലുള്ള ആംഗിൾ ചേഞ്ച് ചെയ്യൂല. ഏതൊക്കെ 2 എണ്ണമാണ്? ജിയോഗ്രഫിക് ആക്സിസും മാഗ്നറ്റിക് ആക്സിസ് ഓഫ് ദ എർത്ത് 11.3 ഡിഗ്രി. ഏതൊക്കെ തമ്മിലുള്ള ആംഗിൾ ചേഞ്ച് ചെയ്യും? ജിയോഗ്രഫിക് ആക്സിസും മാഗ്നറ്റിക് ആക്സിസ് ഓഫ് ദ മെറ്റീരിയലും. ദെൻ അപ്പർ സൈഡിലാണ് സൗത്ത്, ലോവർ സൈഡിലാണ് നോർത്ത്. ദെൻ ഇത് കൃത്യമായിട്ട് വരയാനെങ്കിലും ഓർത്തു വെക്കണം നിങ്ങൾ. ഒരു പ്രാവശ്യം നിങ്ങളുടെ സെക്കൻഡ് ടേമിന് എക്സാമിന് ചോദിച്ചിരുന്നു ഇത് വരയാൻ. പബ്ലിക് എക്സാമിന് ഇതുവരെ ചോദിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? ടെറസ്ട്രിയൽ മാഗ്നറ്റിസം പറഞ്ഞു. എന്താ ടെറസ്ട്രിയൽ മാഗ്നറ്റിസം എന്ന് പറയുന്നത്? It's a branch of physics which deals with the magnetization of earth and its behavioral property. Next നമ്മൾ എന്ത് പറഞ്ഞു? Magnetic field strength at the surface of earth is 0.35 Gauss or 0.35 into 10 raised to minus 4 Tesla. അടുത്ത തിയറീസ് ഓഫ് മാഗ്നറ്റൈസേഷൻ ഓഫ് എർത്ത് ആ പറഞ്ഞത്. എന്താ തിയറീസ് ഓഫ് ഫസ്റ്റ് തിയറി എന്തായിരുന്നു? തിയറീസ് ഓഫ് മാഗ്നറ്റൈസേഷൻ ഓഫ് എർത്തിൽ എവറി മെറ്റീരിയൽ ഇൻ ദ എർത്ത് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾസ്. When earth rotates, charged particles also rotates, results in the magnetization of earth. രണ്ടാമത്തെ എന്ത് പറഞ്ഞു നമ്മൾ? Earth's atmosphere contains gas in the form of charged ions. When earth rotates, charged ions also rotates, results in the magnetization of earth. മൂന്നാമത്തെ നമ്മൾ എന്ത് പറഞ്ഞു? Earth's core contains nickel and iron in the form of charged ions. When earth rotates, charged ions also rotates, results in the magnetization of earth. അടുത്ത നമ്മൾ ഡൈനാമോ ഇഫക്റ്റ് പറഞ്ഞു. എന്തായിരുന്നു ഡൈനാമോ ഇഫക്റ്റ് എന്ന് പറയുന്നത്? It is the process of magnetization of earth by the movement of charged particles or charged ions. എന്നിട്ട് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ്
എറൗണ്ട് ദ എർത്ത് നമ്മൾ വരഞ്ഞു. അതിനുവേണ്ടി 3 ആക്സിസ് നമ്മൾ കൺസിഡർ ചെയ്തു. ജിയോഗ്രഫിക് ആക്സിസ്, മാഗ്നറ്റിക് ആക്സിസ് ഓഫ് ദ എർത്ത്, മാഗ്നറ്റിക് ആക്സിസ് ഓഫ് ദ മെറ്റീരിയൽ. രണ്ടെണ്ണം തമ്മിലുള്ള ആംഗിൾ ചേഞ്ച് ചെയ്യൂല. ജിയോഗ്രഫിക് ആക്സിസും മാഗ്നറ്റിക് ആക്സിസ് ഓഫ് ദ എർത്തും ഏതൊക്കെ തമ്മിലുള്ള ആംഗിൾ ചേഞ്ച് ചെയ്യും? ജിയോഗ്രഫിക് ആക്സിസും മാഗ്നറ്റിക് ആക്സിസ് ഓഫ് ദ മെറ്റീരിയലും തമ്മിലുള്ള ആംഗിൾ ചേഞ്ച് ചെയ്യും. ഓക്കെ.